തുറമാങ്ങ ഇത് വേണോ എനിക്ക്? ഇത് വേണോ? ഇത് അനക്കും വേണ്ടി എവിടുന്ന് കൊടുന്ന എനിക്കറിയോ? വയനാട്ടിൽ നിന്ന്, അങ്ങ് വയനാട്ടിൽ നിന്ന് വന്നതാ. ഇതിപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി എനിക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, സൽമാനും ഉണ്ട്. നമുക്കിത് എന്താന്ന് നോക്കിയാലോ എന്നാല്. സംഭവം തിരക്കടില്ല കേട്ടോ. നീ പൊട്ടിച്ചാൽ ഞാൻ ഇച്ചൊരു സമാധാനം കിട്ടൂല. വയനാടിൻ്റെ ഓതന്റിക് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാണ് ഒരു സാധനം നമുക്ക് വിട്ടുതന്നിക്കണത്. ഇനി ഇത് ഞങ്ങൾ രണ്ടാളും മലപ്പുറത്താരാ. അപ്പം ഞങ്ങളിത് ടേസ്റ്റ് ഉണ്ടോ അല്ലേന്ന് ഞങ്ങൾ നോക്കട്ടെ ആദ്യം. ഇപ്പൊ തുറന്ന് കുറെ നേരമായോ കഥ പറയുന്നു. അച്ചാറിന്റെ വിളിച്ചെടുത്തിക്കാണ്. തുറക്കേ ഓണ്ടാ ബീഫ് വരട്ട്. ആ മണം ഒരു രക്ഷയില്ല. മണം തളർത്തി. ഓ എന്താ ടൂണേ സ്മെല്ലടിച്ചിട്ട് തന്നെ വാരി തിന്നാൻ തോന്നുന്നുണ്ട്. അതൊക്കെ ശരിയാ. പെരയെ കൊണ്ടുവന്ന് തരൂല. ഇപ്പൊ തരൂ. സാജുവോ ഇത് ഏതാ സാധനം എനിക്കറിയോ? നജ്ജന്നെ മണത്തൊക്കെ ചെമ്മീന് തുറമാങ്ങ പൊന്നെ ജാതി സാധനം വന്നിട്ട് എനിക്ക് വല്ല കഥയുണ്ട് മക്കളെ. സംഭവത്തൊക്കെ പൊട്ടിച്ച് തീകള് പാരാൻ വേണ്ടി കാത്തിക്കാണ് ഈ ബാക്കിയുള്ളതൊക്കെ. ഇത് പാർന്ന ഈ സാധനം പെരി കൊണ്ടാവുണ്ടാവോന്ന് അറിയില്ല. ഇതൊന്നും തുറക്കൂ തമാശ പറയല്ല. ക്വാണ്ടിറ്റിന്റെയും ക്വാളിറ്റിന്റെയും കാര്യത്തിൽ നോ കോംപ്രമൈസ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കാട്ടക്ക് ബീഫ് ആണെങ്കിൽ ബീഫ്, ചെമ്മീനാണെങ്കിൽ ചെമ്മീൻ, അതാണ് ക്വാണ്ടിറ്റി കൂടുതലുള്ളത്. അല്ലാതെ സാധാരണ സാലിനും അതേപോലെ ഉള്ളിയും തക്കാളിയും അല്ല ഇതിലുള്ളത്. മക്കളെ ആ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആട്ടോ. ചെമ്മീൻ ബീഫ് ബീഫിനെ പറ്റി എനിക്ക് പറയാനുള്ളത് പ്രവാസി സുഹൃത്തുക്കളോടാണ്. അന്തസ്സായിട്ട് ധൈര്യമായിട്ട് കൊണ്ടുപോവാ. അടിപൊളി ഒരു ബീഫ് ഫ്രൈ, ഒരു അച്ചാർ, ഒരു രക്ഷയില്ല. സാജോ തുറമാങ്ങ എന്താ അവസ്ഥ? സൂപ്പർ സൂപ്പർ സാധനത്തേക്ക് വെച്ചതേ ഓർമ്മയുള്ളൂ. വേനാടൻ വയനാടിന്റെ തനതായ ശൈലിയിൽ ബീഫ്, ചെമ്മീന്, ട്യൂണ, അതുപോലെ തന്നെ തുറമാങ്ങ അച്ചാർ, പല ജാതി സാധനം ഉണ്ട്. അതും പ്രീമിയം ക്വാളിറ്റി സാധനം. മക്കളെ ഓർഡർ ചെയ്തോളി. ഒരു രക്ഷയില്ല. ഒരു പറ ചോറ് തിന്നാൽ ഇതിലേതെങ്കിലും ഒരു അച്ചാറിൻ്റെ കുറച്ച് മതി.